നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വിഭവമാട്ടോ ഇന്നത്തെ. എന്നിരുന്നാലും ഞാൻ ഈ ഒരു റെസിപ്പി ഇവിടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാരറ്റും ബീൻസും വേവിച്ച് വെച്ചിട്ടുണ്ട്, അതേപോലെ ഗ്രീൻ പീസും വേവിച്ചിട്ടുണ്ട്. പിന്നെ അത് ഉരുളക്കിഴങ്ങും സബോളയും പച്ചമുളകും വേപ്പില, അതേപോലെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചേക്കണം കേട്ടോ. ബാക്കി ഗ്രീൻ പീസും ക്യാരറ്റൊക്കെ നമ്മൾ വേവിച്ച് വെച്ചതാട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളിന്നൊരു അടിപൊളി സൂപ്പർ ടേസ്റ്റി വെജിറ്റബിൾ കുറുമയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളയപ്പത്തിനും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറായിരിക്കും. അപ്പോൾ അതാ ചീനച്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും അതേപോലെ ഇത്തിരി ഓയിലാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം ഇങ്ങനെയല്ലാതെയും വേറൊരു തരത്തിലും കൂടി ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇനിതാ നമ്മുടെ നെയ്യൊക്കെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് ഇതേ നമ്മൾ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും ഇട്ട് വെജിറ്റബിൾ കുറുമ വയ്ക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ സദ്യയിലൊക്കെ റിസപ്ഷന് കിട്ടില്ലേ വെള്ളപ്പത്തിൻ്റെ കൂടെ വെജിറ്റബിൾ കുറുമ, ആ ഒരു കറിയുടെ ടേസ്റ്റ് ആട്ടോ ഈ ഒരു സെയിം കുറുമ കറിക്ക്. ഇനി ഇതാ നമ്മളത് മാറ്റിയതിന് ശേഷം അതിലേക്ക് വീണ്ടും പട്ട, ഗ്രാമ്പൂ, ഏലക്ക മസാലയില്ലേ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ സ്മെല്ലൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റും ബീൻസില്ലേ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഗ്രീൻ പീസും കൂടി വേവിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ ഒരു കുറുമക്കറി. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും സിമ്പിളായിട്ട് എളുപ്പവഴിക്ക് എല്ലാ പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ 2 പാലൊഴിച്ച് അടിച്ചിട്ട് നമുക്കത് തയ്യാറാക്കി എടുക്കാം. അത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. അതും സെയിം ഇതേ ടേസ്റ്റ് തന്നെ കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചാൽ പൊട്ടറ്റോ ഇല്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടറ്റോ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചേക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലില്ലേ 2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടാം പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ 2 പാൽ തിളച്ച് ഒന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 പാൽ ചേർക്കണം. അപ്പോൾ എന്തോരം തിക്നെസ് വേണം എന്തോരം ലൂസ് വേണം അതനുസരിച്ച് നമ്മൾ സെറ്റാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 പാൽ ചേർക്കാണ്. ഇനി 1 പാൽ ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പില്ലാച്ചാൽ അതിനിതാ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമ്മൾ അറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരില്ലേ അതിൽ 3/4 ഭാഗം കുഞ്ഞാറ്റിൻ സുറുക്കും കൂടി കഴിച്ച് തീർത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ കാണാനെടുത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയില്ലേ അത് ചെറുതായി കട്ടാക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് ആട്ടോ. നമ്മൾ കടയിൽ നിന്നും അതേപോലെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ വെള്ളയപ്പമാണ്. വെള്ളയപ്പത്തിൻ്റെ പൊടിയാട്ടോ ഞാൻ ഇന്ന് കുറുമക്കറി കഴിക്കാൻ പോകുന്നത്. കണ്ടില്ലേ നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ കറി. നല്ല കളറും ഇല്ലേ.
അപ്പോൾ ഞാൻ ഇതാ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു. വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ കണ്ടു നോക്കാം. നല്ല സോഫ്റ്റ് വെള്ളയപ്പമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ കാപ്പി കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ സീ യു.